നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 ഫെബ്രുവരി മാസം 23-ാം തീയതി മുതൽ 2025 മാർച്ച് 1 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് ഈ ഒരാഴ്ച എന്ന് നോക്കാം. 28-ാം തീയതി ബുധൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായിട്ട് ഈ രാശിയിൽപ്പെട്ടവർക്ക് വലിയ ദോഷങ്ങളൊന്നും ഇപ്രാവശ്യവും കാണുന്നില്ലെങ്കിലും ചിലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരാഴ്ചയായിട്ട് ഈ ഒരാഴ്ച മാറുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ വീടിനെ മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയ വസ്ത്രം വരുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റു ഉപഹാരങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ പണം ചെലവഴിക്കപ്പെടാം. വീട്ടിലെ സ്ത്രീകൾക്കായിരിക്കാം അമിത ചിലവ് ഉണ്ടാവുക. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അമിതമായ ചിലവുണ്ടാവാം. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ജീവിത പങ്കാളിയായി വരുന്നവരോ സുഹൃത്തുക്കളായി വരുന്നവരോ ഏറ്റവും അടുത്ത ബന്ധുക്കളായി വരുന്നവർക്കോ ഒക്കെ ഇവർ മൂലം അമിത ചിലവുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലേക്കുള്ള ആവശ്യങ്ങൾക്കായിരിക്കാം കൂടുതലും പണം ചെലവഴിക്കപ്പെടുക. തീർത്ഥയാത്രകൾ പോകുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ വലിയ മനോഹരമായ സ്ഥലങ്ങൾ ജീവിത പങ്കാളിയുമൊത്തോ ഏറ്റവും വേണ്ടപ്പെട്ടവരുമൊത്തോ ഒക്കെ പോകുവാനുള്ള സാധ്യതയും അങ്ങനെ പണം ചെലവഴിക്കപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്കത്തെ 2 ദിവസങ്ങൾ യാത്രകൾ ചിലപ്പോൾ മുടങ്ങിയേക്കാം. അതിനുശേഷമായിരിക്കും സജീവമായ യാത്രകൾ ഉണ്ടാവുക. ഈ ഉല്ലാസവുമായി ബന്ധപ്പെട്ട് പോകുന്ന യാത്രകൾക്ക് വലിയ തടസ്സങ്ങൾ ആദ്യത്തെ 2 ദിവസവും ഉണ്ടാകില്ല. പക്ഷേ ജോലി സംബന്ധമായോ മറ്റേതെങ്കിലും ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടിയുള്ള യാത്രകളോ ആണെങ്കിൽ അത് ചിലപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുക എന്ന് കാണുന്നു. മാത്രമല്ല, ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കുകയും കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ മംഗളകർമ്മങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇവർ വഴി ലഭിക്കുകയോ ചെയ്യാം. അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും ഇവർക്ക് നല്ല സഹായങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ അത്തരം ഉപഹാരങ്ങളും ധനസഹായങ്ങളും ധനസംബന്ധമായ സഹായങ്ങൾ അങ്ങോട്ട് നൽകലുമൊക്കെയായി പൊതുവെ സാമ്പത്തികമായി വളരെ ഗുണമുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ മധ്യഭാഗത്ത് വരുന്ന മിഡിൽ ഭാഗത്ത് വരുന്ന 4 ദിവസങ്ങളും യാത്ര ഗുണകരമായി വരുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയമുണ്ടാകുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളുമൊത്ത് സഹവസിക്കാൻ, ഇഷ്ടപ്പെട്ടവരുമൊത്ത് സഹവസിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. അമിതമായ ചിലവ് ആഴ്ചയുടെ തുടക്കത്തിലെ 2 ദിവസങ്ങളും അതിനുശേഷം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലും അത് കാണുന്നുണ്ട്. എന്നാലും പൊതുവെ സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വിവാഹത്തിലോ മറ്റേതെങ്കിലും മംഗളകരമായ ചടങ്ങിലോ ഒക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതും ഒരു വലിയ അനുഗ്രഹമായി ഇവർക്ക് വരുന്നതാണ്. പൊതുവെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുടെ കാര്യത്തിലുമൊക്കെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ ഗുണം കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലെ ചില തടസ്സവും സാമ്പത്തികമായ ചില അരാജകത്വവും, അതായത് പണം ഉണ്ടായിട്ട് പോലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് സദ്ഗുണങ്ങളൊന്നും കിട്ടില്ല. മറിച്ച് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് മനോവിഷമം ഉണ്ടാക്കുന്നതോ ആയിരിക്കും ആഴ്ചയുടെ തുടക്കത്തെ ദിവസം. അതിനുശേഷം 1-2 ദിവസങ്ങൾ ഇവർക്ക് താരതമ്യേന ഗുണമാണെങ്കിലും അത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും പ്രത്യേകിച്ച് പിതാവുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ധനപരമായ ചിലവുണ്ടായേക്കാം. ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില യാത്രകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പഠന സംബന്ധമായോ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ ചില ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിനോ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നു. പ്രവർത്തനങ്ങൾ വളരെ ഷാർപ്പായി മുന്നോട്ട് പോകുന്നു. ആസൂത്രണത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇവരുടെ കർമ്മരംഗത്തുള്ള ഓരോ നീക്കങ്ങളും വളരെ വിജയകരമായി വരുന്നു. ബുധനാഴ്ചയ്ക്ക് ശേഷം സാമ്പത്തികമായ വളരെ നേട്ടവും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ആഴ്ചയുടെ പകുതി മുതൽ ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ കർമ്മരംഗത്ത് വളരെ സജീവമായ മാറ്റമുണ്ടാക്കുന്നു. അത് ധനപരമായ മുന്നേറ്റത്തിന് കാരണവുമാകുന്നു. ഏറ്റവും അടുത്ത
ബന്ധുക്കളോട് സഹവസിക്കാനും അവരുടെ കൂടെ യാത്ര നടത്തുവാനുമൊക്കെ സാധിക്കുന്നു. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. പല വ്യക്തികളിൽ നിന്നും ഇവർക്ക് ഉപഹാരം, ധനപരമായ സഹായം, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു. ത്വക്ക് സംബന്ധമായ അസുഖവും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ധനപരമായ നേട്ടത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് ആഴ്ചയുടെ പകുതിക്ക് ശേഷം വളരെ ഗുണമാണ് കാണുന്നത്. തങ്ങളുടെ കഴിവനുസരിച്ച് പരമാവധി ഇവർക്ക് കർമ്മമേഖലയിൽ നല്ല ധനമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഒരു അവശത ഈ ഒരു ആഴ്ച കാണുന്നത് പ്രധാനമായും മുഖവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മുഖം എന്ന് പറയുമ്പോൾ പല്ല്, കണ്ണ്, നാക്ക്, മൂക്ക്, നെറ്റിത്തടം, തലമുടി, തല, ഈ ഭാഗങ്ങൾ, ചെവി, ഈ ഭാഗങ്ങൾക്കൊക്കെ തന്നെ കീഴ്ത്താടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ത്വക്ക് സംബന്ധമായ അലർജി, അസുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയ്ക്കോ ഒക്കെ വഴിയുണ്ട്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെ പോകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ലോഹ മിശ്രിതങ്ങൾ ഉള്ള അതല്ലെങ്കിൽ വലിയ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള ലേപനങ്ങൾ മുഖത്ത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. തീയുമായും ഇലക്ട്രിസിറ്റിയുമായും ബന്ധപ്പെടുമ്പോഴും ശ്രദ്ധിക്കണം. മുഖത്തിന് വളരെയധികം കരുതൽ കൊടുക്കണം. പിന്നെ വാക്കാണ്. സ്വന്തം വാക്ക് ചിലപ്പോൾ വലിയ ശത്രുവായി മാറിയേക്കാം. സ്വന്തം വാക്ക് തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ധനപരമായ നേട്ടത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വിനയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. തൊട്ടയൽപക്കം, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരോടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക വൈഷമ്യം കൊണ്ടോ മറ്റോ ചിലപ്പോൾ വഴക്കുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വീട്ടിലും അത്തരം കലഹങ്ങൾ, ജീവിത പങ്കാളിയോടുമൊക്കെ ഇത്തരം കലഹങ്ങളോ കുട്ടികളോടൊക്കെ ദേഷ്യമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് സൗമ്യമായി കാര്യങ്ങൾ ഓരോന്നും ചെയ്യുവാനായി ശ്രമിക്കുക. ഓരോ പ്രവൃത്തിക്ക് മുമ്പിലും അല്പം നേരമെങ്കിലും മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും പ്രവർത്തിക്കുകയാണ് നല്ലത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27, 28, 1 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും ഇവരോട് നേരത്തെ വൈരമുണ്ടായിരുന്ന വ്യക്തികൾ അവരുടെ പ്രവർത്തന രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള തടയിടാനോ തടസ്സങ്ങൾ ഉണ്ടാക്കാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതാണെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും അവസാന ദിവസത്തിന് തൊട്ട് മുമ്പുള്ള 1-2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചില സ്ത്രീകൾ പ്രവർത്തന രംഗത്ത് ഇവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഇവരുമായി യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികളോ ഒക്കെ ചേർന്ന് സംഘടിതമായിട്ടൊക്കെ ഇവർക്കെതിരെ ചിലപ്പോൾ ചില ആരോപണങ്ങളോ പരിഹാസങ്ങളോ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ മനസ്സ് വിഷമിച്ച് പ്രവർത്തിക്കുകയും അതിൽ മനസ്സ് വിഷമിച്ച് വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യാൻ നിൽക്കരുത് എന്നാണ് അപേക്ഷിക്കാനുള്ളത്. കാരണം ഇപ്പോൾ സമയദോഷം ഏറ്റവും കൂടുതൽ കർമ്മരംഗത്തും അതുപോലെ സ്വന്തം ശാരീരികമായ അവസ്ഥകൾക്കും കാണുന്നത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. പിന്നെ എന്തായാലും ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് കർമ്മരംഗത്ത് ഇവർക്കൊക്കെ ഈ പരിഹസിച്ചവർക്കും വിമർശിച്ചവർക്കും ചുട്ട മറുപടി കൊടുക്കാൻ തക്കവണ്ണം വലിയ വിജയം പ്രവർത്തന രംഗത്തുണ്ടാകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും 28-ാം തീയതിക്ക് ശേഷമുള്ള ആ 28-1 ദിവസങ്ങൾ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ ചില കാര്യങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. പ്രത്യേകിച്ച് തങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തന രംഗമാണെങ്കിൽ അത് വളരെ നന്നായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്ന ഒന്നായിട്ട് കാണുന്നു. അത് തീർച്ചയായിട്ടും ഈ പരിഹസിച്ചവർക്കും വിമർശിച്ചവർക്കുമൊക്കെ നല്ല മറുപടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രവർത്തിച്ചാണ് കാണിക്കേണ്ടത്. മറിച്ച് അവരോട് വഴക്കുണ്ടാക്കാനോ തിരിച്ച് മറുപടി പറയുവാനോ പോയി സ്വന്തം വില കെടുത്താനല്ല ശ്രമിക്കേണ്ടത് എന്നുകൂടി പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന രംഗം വളരെ സജീവമായതിനാൽ തീർച്ചയായിട്ടും പരിഹാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം. ചില വൈഷമ്യങ്ങൾ ചിലപ്പോൾ സ്വയം ഒരു ഡിസ്ട്രക്ഷനൊക്കെ ഒരു സ്വയം നാശത്തിനൊക്കെ ശ്രമിക്കുന്ന ലോലഹൃദയരായ മനുഷ്യരും ഈ കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളിലുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് മനസ്സിന് ശക്തി കൊടുക്കുക, സ്വന്തം പ്രവർത്തനത്തിൽ ശക്തി ചെലുത്തുക. അതാണ് ഇതിനൊക്കെയുള്ള മറുപടി. ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം. ഉയരങ്ങൾ കയറുമ്പോഴും അതുപോലെ വാഹനം ഉപയോഗിക്കുമ്പോഴും കൂർത്തുമൂർത്ത വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഭാരമുള്ള വസ്തുക്കൾ, മെഷീനറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ,
അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അടുക്കളയിൽ പ്രവർത്തിക്കുന്നവർ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായി പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ തന്നെയും വളരെ ശ്രദ്ധയെടുക്കണം എന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം അമിത ചെലവ് ഇപ്പോഴും ഇവരുടെ പുറകെ ഉണ്ട്, അതും മനസ്സിലാക്കുക. അതുകൊണ്ട് സാമ്പത്തികമായി ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ശേഖരണം അതൊക്കെ ഈ ആഴ്ചയും അത്ര എളുപ്പമൊന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തുടക്ക ദിവസം ഇവർക്ക് വളരെ സന്തോഷമായിരിക്കും. തുടക്ക 1-2 ദിവസങ്ങൾ മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളാനും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കുവാനുമൊക്കെ സാധിക്കും. വിവാഹ സംബന്ധമായോ അല്ലെങ്കിൽ പ്രണയ സംബന്ധമായോ കാര്യത്തിൽ അനുകൂലമായ മനസ്സന്തോഷം ലഭിക്കുന്ന ദിവസം കൂടിയാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. ആഴ്ചയുടെ മധ്യ ദിവസങ്ങൾ, അതായത് പകുതിക്കകത്തു വരുന്ന ദിവസങ്ങളും പകുതി കഴിഞ്ഞുള്ള ഒരു ദിവസവുമൊക്കെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ശാരീരികമായ അവശത, മാനസികമായ വിഷമങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നട്ടെല്ല് സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു ദിവസങ്ങളിൽ കാണുന്നുണ്ട്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, അത് കഴിഞ്ഞാൽ മാർച്ച് 1. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ വ്യാഴം 12-ൽ ചൊവ്വ 12-ൽ നിൽക്കുന്നത് കൊണ്ടുമൊക്കെ ശാരീരികമായ അവശതയും തടസ്സങ്ങളും ഇപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 11-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ 9-ൽ സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഭാഗ്യത്തെയും അനുഗ്രഹത്തെയും സമ്പാദ്യത്തെയും സാമ്പത്തികമായ വരവിനെയുമൊക്കെ നല്ല രീതിയിൽ അനുകൂലിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സമ്പാദ്യത്തിൻ്റെയും അതുപോലെ തന്നെ ധനത്തിൻ്റെ വരവും പൊതുവെയുള്ള മാനസിക സന്തോഷവും ഇവരുടെ തടസ്സങ്ങളെയും മറ്റു വിഷമങ്ങളെയും രോഗാവസ്ഥകളെയും ഒക്കെ മറികടക്കും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പിതാവിൽ നിന്ന് അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും. സമ്പാദ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനസഹായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലുമൊക്കെ സഹായമോ ആൾ സഹായമോ ഒക്കെ ഇവർക്കിപ്പോൾ ഉണ്ടാകാം. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്കിപ്പോൾ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ പിതൃസമാനരായ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നോ ഒക്കെ ലഭിക്കാനിടയുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്ക് സമ്മാനമോ അല്ലെങ്കിൽ പ്രശംസയോ സാമ്പത്തികമായ ഒരു സഹായമോ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ചില യാത്രകൾ ഇവർക്ക് ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വരാം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മാറ്റിവെക്കുമെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അത് വീണ്ടും സജീവമായി പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ശാരീരികമായിട്ട് ചെറിയ അവശതകൾ, പ്രത്യേകിച്ചും വാതസംബന്ധമായ കാൽപാദങ്ങൾക്കും കാൽമുട്ടുകൾക്കുമൊക്കെയുള്ള നീര്, ചലനശേഷിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ഹൃദയം, ശ്വാസകോശം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അലർജി അസുഖങ്ങളോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ വൈഷമ്യങ്ങളോ അനുഭവിക്കാൻ ഇടയുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ഇവർക്ക് ഞെരുക്കമൊന്നും ഉണ്ടാകാത്ത ഒരവസ്ഥ കാണുന്നു. ഈശ്വരാധീനത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം ഇവരുടെ മേൽ ഉള്ളതുകൊണ്ട് ഏത് കാര്യത്തിനും അവസാന നിമിഷം പണം ഇവരിലേക്ക് വന്നു ചേരുമെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഭാഗ്യം ദേവിയുടെ രൂപത്തിൽ, ശുക്രൻ്റെ രൂപത്തിൽ ഇവർക്ക് അനുഗ്രഹമായി വരുന്നുണ്ട്. അങ്ങനെ പൊതുവേ ഭാഗ്യം കൊണ്ടും സമ്പത്തിൻ്റെ വരവ് കൊണ്ടുമൊക്കെ ഇവർക്ക് ഈ ആഴ്ചയും തങ്ങളുടെ വൈഷമ്യങ്ങളെയും അഷ്ടമത്തിൽ ശനി നൽകുന്ന തടസ്സങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. 12-ലെ ചൊവ്വ എപ്പോഴും ശ്രദ്ധിക്കുക. ആരോഗ്യം അതുപോലെ തന്നെ സ്വന്തം ശരീരം അപകടകരമായ അവസ്ഥയിലൂടെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഈ ആഴ്ചയിലെന്നതും മനസ്സിലാക്കുക. 12-ൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ത്വക്ക് സംബന്ധമായോ പേശി സംബന്ധമായോ മജ്ജയിലോ ഒക്കെ മുറിവുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. നേരത്തെ ചൊവ്വയുടെ ലക്ഷണങ്ങളിലൊന്നാണ് മൂർച്ചയുള്ള വസ്തുക്കളും ഭാരമുള്ള വസ്തുക്കളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ക്ഷതങ്ങളും പ്രശ്നങ്ങളും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ സഹോദരന്മാരുമായി ഇടയാനുള്ള സാധ്യത, ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അല്പം കൂടെ കാലതാമസം വരും എന്നും കർക്കിടകക്കൂറുകാരോട് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 11-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും വലിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകും. 8-ലാണ് ശുക്രൻ്റെ സഞ്ചാരം. 8-ലെ ശുക്രൻ്റെ സഞ്ചാരം അത്ര ദോഷമല്ല. പ്രത്യേകിച്ചും ശുക്രൻ 8-ൽ ഗുണത്തെയാണ് കൊടുക്കുക. എല്ലാ അർത്ഥത്തിലും അവർക്ക് സാമ്പത്തിക ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും തങ്ങൾക്ക് ഉള്ള കഴിവുകൾ ഉപയോഗിച്ച്
ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വിജയം നേടുകയും മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു ആഴ്ച തന്നെയാണിത്. ബുധനും 8-ൽ ദോഷമൊന്നും ചെയ്യില്ല. അത് പക്ഷേ ആഴ്ചയുടെ അവസാന ദിവസമാണ്. 7-ൽ ബുധൻ വലിയ ഗുണവും വലിയ ദോഷവും ചെയ്തില്ലെങ്കിലും 8-ലെ ബുധൻ ഗുണത്തെ നൽകും. തങ്ങൾക്ക് അറിവ്, കഴിവ് ഇതുപയോഗിച്ച് തീർച്ചയായിട്ടും ഇവർക്ക് ശോഭനീയമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി പ്രകടമാകുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഈ ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഈ ആഴ്ചയും ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒന്ന്, സ്വന്തം അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴ കൊണ്ടോ ഉണ്ടാകാവുന്ന അസുഖങ്ങളും സാമ്പത്തിക പരാധീനതകളും ഇപ്പോഴും അവരുടെ കൂടെയുണ്ട്. തങ്ങളെക്കുറിച്ചുള്ള, അതായത് ഈ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ധാരണയിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ശരീരത്തിന് ഒരു ക്ഷീണാവസ്ഥ, അണുബാധ ഏറ്റതുപോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാം. കാരണം രാഹു നിൽക്കുന്നത് 8-ലാണ്. 8 അഷ്ടമം എന്ന് പറയുന്നത് രോഗത്തിൻ്റെയും കാഠിന്യങ്ങളുടെയും അതുപോലെ മരണത്തിൻ്റെയും ഒക്കെ സ്ഥലമാണ്. അവിടെ രാഹു നിൽക്കുമ്പോൾ ശരീരത്തിൽ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത രഹസ്യമായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു രോഗാവസ്ഥയുണ്ടാകാം. ഒരുപക്ഷെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനാസ്ഥ കൊണ്ടോ ആയിരിക്കാം അത്തരമൊരു കണ്ടെത്തലുകൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ മനസ്സിലാക്കാതെ പോകുന്നത്. അത് വഷളാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും 8-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ തടസ്സമോ രോഗാവസ്ഥകളോ സാമ്പത്തിക പരാധീനതകളോ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളോ ഒക്കെ സംഭവിക്കാം. അതിനൊക്കെയും ഇപ്പോൾ ചിങ്ങം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. അല്പമെങ്കിലും അനുകൂലമായി നിൽക്കുന്നത് 11-ൽ നിൽക്കുന്ന ചൊവ്വയാണ്. 11-ാം ഭാവം പാപഗ്രഹങ്ങൾക്കും ശുഭഗ്രഹങ്ങൾക്കും ഒരുപോലെ ഗുണമായതിനാൽ ചൊവ്വ ഇവിടെ ഗുണത്തെ കൊടുക്കും. മാത്രമല്ല അഷ്ടമത്തിലെ ശുക്രനും വലിയ ദോഷം ചെയ്യില്ല. രാഹുവിൻ്റെ ദോഷത്തെ അല്പം കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് താരതമ്യേന ഗുണവും അതുപോലെ തന്നെ ദോഷവും ഒരുപോലെ ഈ ആഴ്ചയും ചിങ്ങക്കൂറുകാരെ അനുഗ്രഹിക്കും. സാമ്പത്തിക നേട്ടം, കർമ്മരംഗത്ത് തങ്ങളുടെ ബുദ്ധിപരത കൊണ്ടുള്ള തീരുമാനങ്ങളാൽ വിജയം, അതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കുന്ന ചില യാത്രകൾ, അതെല്ലാം കൊണ്ട് ഗുണം ഒക്കെ കാണുന്നു. ആരോഗ്യം, അബദ്ധധാരണകളിലൂടെയുള്ള ജീവിതത്താൽ ഉണ്ടാകാവുന്ന മാനസിക വിഷമങ്ങൾ, ബന്ധങ്ങളിലുണ്ടാകാവുന്ന ശൈഥില്യം, ഇതൊക്കെയാണ് ഇപ്പോഴും ചിങ്ങക്കൂറിനെ പിന്തുടരുന്ന മോശപ്പെട്ട അവസ്ഥകൾ. ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ്, ത്വക്ക് രോഗം തുടങ്ങിയ രോഗാവസ്ഥകളും ഇപ്പോഴും ഇവരെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്ത കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. 9-ൽ സഞ്ചരിക്കുന്നു വ്യാഴം, 7-ൽ സഞ്ചരിക്കുന്നു ശുക്രൻ, ബുധൻ. 7-ലെ ശുക്രൻ്റെ സഞ്ചാരം ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 6-ലും 7-ലും ശുക്രൻ സഞ്ചരിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ 10-ലും അത്ര നല്ലതല്ല. അതുപോലെ തന്നെ 1, 3, 5, 7 ഭാവങ്ങളിൽ 9 ഭാവങ്ങളിൽ ബുധൻ സഞ്ചരിക്കുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ ബുധനും ശുക്രനും ഒരുമിച്ച് 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്കുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ 9-ൽ ഒരു ശുഭൻ നിൽക്കുന്നു, അതായത് വ്യാഴം നിൽക്കുന്നു, ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ഈശ്വരാധീനവും കർമ്മരംഗത്ത്, പ്രവർത്തന രംഗത്ത് അങ്ങേയറ്റം ബലത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ചൊവ്വ 10-ൽ പ്രത്യേക ഭാവബലമുണ്ട് ചൊവ്വയ്ക്ക്. ആ ബലം ചൊവ്വ സമ്മാനിക്കും. പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കായബലവും മനോബലവും ചൊവ്വ സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗം വളരെ തിളക്കമാർന്നതായി നിൽക്കും. സ്വാഭാവികമായും ധനപരമായ നേട്ടവും ഇവർക്കുണ്ടാവും. അതിന് തക്കവണ്ണം ഈശ്വരാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ 7-ൽ നിൽക്കുന്ന ബുധൻ്റെയും ശുക്രൻ്റെയും പിന്നെ രാഹുവിൻ്റെയും ഒക്കെ ദോഷാവസ്ഥകളെ ഇവർക്ക് മറികടക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 6-ൽ ശനി ദോഷമൊന്നും ചെയ്യില്ല. 28-ാം തീയതി തൊട്ടാണ് ബുധൻ 7-ലേക്ക് വരുന്നത്. ബാക്കി ദിവസങ്ങളിൽ ബുധൻ 6-ലാണ്. 6-ൽ ബുധൻ വലിയ ദോഷം ചെയ്യുന്നില്ല. അതുകൊണ്ട് 28 തൊട്ട് ഓൾറെഡി അവിടെ രാഹുവും ശുക്രനും നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, എന്നാൽ ദാമ്പത്യത്തിൽ ഈ സമയത്ത് വേണമെങ്കിൽ അവരുടെ ഏറ്റവും ശോഭനീയമായ കാലഘട്ടം ആണെങ്കിൽ ദമ്പതികൾ തമ്മിൽ കടുത്ത പ്രണയവും അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദവും ഉണ്ടാകും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ വഷളായ ഒരു ബന്ധമാണെങ്കിൽ, ഒരു 3ാം ബന്ധം കടന്നു വരിക, ആ ബന്ധവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ടാകാം.
കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം രാഹു ശുക്രൻ കോമ്പിനേഷൻ എപ്പോഴും ചില ഒളിസേവകളെ ആണ് പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് രാഹു ഒളിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പാമ്പ് തന്നെ എപ്പോഴും നമ്മുടെ ദൃഷ്ടിയിലല്ല, ഒളിച്ചാണ് നിൽക്കുന്നത്. ദൃഷ്ടിയിൽ കണ്ടാൽ ആശങ്ക പെരുകുകയും ചെയ്യും. അപ്പോൾ അങ്ങേയറ്റം മനുഷ്യദൃഷ്ടിയിൽ വരാതെ നോക്കുന്ന ഒരു ജന്തുവാണത്. അതുകൊണ്ട് തന്നെ രാഹു എന്ന സങ്കല്പം നമ്മുടെ ജ്യോതിഷത്തിൽ പറയുമ്പോഴും ഒളിവിൽ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും രണ്ടിൽ രാഹു നിൽക്കുന്നയാൾക്ക് ബലത്തോടെ നിന്ന് അയാൾ മജീഷ്യനാവുമെന്ന് പറയാറുണ്ട്. 2 തൊഴിലിൻ്റെ സ്ഥലം കൂടി ആയതുകൊണ്ടാവണം ധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെ 2 കൊണ്ട് ചിന്തിക്കണം. അവിടെ രാഹു നിന്നാൽ വ്യാജ വർത്തമാനങ്ങളോ കള്ളമോ പറഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട്, ഒരു മേഖലയെ ഇതായിട്ട് പറയുന്നതല്ല, വ്യാജ വർത്തമാനം എന്നല്ല, ഇല്ലാത്തതുണ്ട്, ആക്ച്വലി ഒരു പ്രശ്നം അവിടെ ഉണ്ടാവണമെന്നില്ല, അത് അവരുടെ തന്നെ ഒരു കലയുടെ ഭാഗമാണ്. അങ്ങനെ ഉള്ള ചില കർമ്മങ്ങൾ ചെയ്യാൻ 2-ലെ രാഹു സഹായിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 11-ൽ രാഹു നിൽക്കുമ്പോൾ ചില അധമ പ്രവർത്തനങ്ങളിലൂടെ ധനം സമ്പാദിക്കുമെന്ന് പറയുന്നത്. രാഹു എവിടെ നിൽക്കുന്നോ അതനുസരിച്ച് കാര്യങ്ങൾ മാറി വരും. അപ്പോൾ 7-ൽ നിൽക്കുമ്പോൾ അവിടെയും ഒളിച്ച് ഒരു ബന്ധമുണ്ടാകാമെന്നാണ്. ശുക്രൻ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ശുക്രരാഹു ബന്ധം അധമ ബന്ധങ്ങളെ സഹായിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ടും വ്യാഴം 9-ൽ നിൽക്കുന്നു എന്നതിനാലും ഈ മോശപ്പെട്ട അവസ്ഥകൾക്കൊക്കെ ഒരു ഫിൽട്രേഷനുണ്ട്. മോശപ്പെട്ട അവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട്, അതിലെ തിന്മകളെ നശിപ്പിച്ചുകൊണ്ട് നന്മകളെ മാത്രം എടുക്കുന്ന ഒരവസ്ഥ 9-ലെ വ്യാഴത്തിനുള്ളതിനാൽ ഇതിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷപ്പെടാനും സാധിക്കും. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ എന്ന് പറയാൻ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 7-ലും അതുപോലെ ജന്മത്തിലുമായി രാഹുകേതുക്കളുടെ കോമ്പിനേഷൻ അവർക്ക് ശാരീരികമായ അവശത, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, അലർജി അസുഖങ്ങൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ. ശുക്രൻ പുളിച്ചിതകട്ടലിൻ്റെയൊക്കെ ആളാണ്. അപ്പോൾ ഉദരസംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. 9-ലെ വ്യാഴം വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, വിദേശത്ത് ജോലി, ഇത്തരം കാര്യങ്ങളിലും ഇവർക്ക് സഹായം നൽകുന്നതായി കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 27, 28, പിന്നെ മാർച്ച് 1. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. അഷ്ടമത്തിലെ വ്യാഴം, 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, 6-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ 6-ൽ ദോഷമില്ല, രാഹുവും 6-ൽ വലിയ ദോഷമില്ല. എന്നാൽ 6-ൽ നിൽക്കുന്ന രാഹു ഉദരസംബന്ധമായ രോഗവും സംശയം കൊണ്ടുണ്ടാകാവുന്ന ജോലി രംഗത്ത് സംശയത്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെയും രാഹു സ്വാധീനിക്കും, പോസിറ്റീവിലി സ്വാധീനിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായി ജോലിസ്ഥലത്ത് ഉപജാപക സംഘങ്ങൾ, ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുക, പ്രത്യേകിച്ചും നെഗറ്റീവായ കാര്യങ്ങൾ, അത്തരം സംഭവങ്ങൾ ഉണ്ടാകാം. അമിത ചെലവുണ്ടാകാം, ആശങ്കകൾ പെരുകാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ വ്യാഴം പോയി നിൽക്കുന്നതിനാൽ ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്, ഭാഗ്യക്കേടിൻ്റെ സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ നോക്കൂ, ഭാഗ്യസ്ഥാനത്ത് ഒരു പാപഗ്രഹവും ശുഭഗ്രഹം പോയി 8-ൽ നിൽക്കുകയും അതുപോലെ തന്നെ 5-ൽ ശനി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽ ശ്രദ്ധിക്കണം തുലാക്കൂറുകാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 6-ലെ ബുധനാണ് ഇവർക്കിപ്പോൾ ഒരേ ഒരു അനുഗ്രഹമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം വൈര്യവും അതുപോലെ തന്നെ വീരസ്യവുമൊക്കെ ഇവർക്കിപ്പോൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും തന്നെ പ്രവർത്തനത്തെ വലിയ തോതിൽ സഹായിക്കണമെന്നില്ല. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്തെ സമീപിക്കുക എന്നതാണ് ഇവരോട് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ അബദ്ധധാരണകളോ മണ്ടത്തരങ്ങളോ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ഇതൊന്നും പ്രവർത്തനത്തിൽ വിജയത്തിൽ കലാശിക്കണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങേയറ്റത്തെ അവധാനതയോടുകൂടി ബുദ്ധിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുക. എടുത്തുചാട്ടം ഉപേക്ഷിക്കുക. 9-ൽ നിൽക്കുന്ന രാഹു പിതാവിന് അല്ലെങ്കിൽ രക്ഷാകർതൃസ്ഥാനത്തുള്ളവരുമായി തർക്കമുണ്ടാകാനോ മേലധികാരികളുമായി തർക്കമുണ്ടാകാനോ അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ ഏതെങ്കിലും തരത്തിൽ വരുന്ന വ്യക്തികളുമായി ആശയക്കുഴപ്പമോ, അത് എന്തായാലും 2025 മാർച്ചോടുകൂടി ശനി 6-ൽ വരികയും അതുപോലെ മാർച്ച് 29 6-ൽ വരികയും അതുപോലെ മേയോടുകൂടി വ്യാഴം 9-ൽ പോവുകയും ചെയ്യുമ്പോൾ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ നല്ല മാറ്റം വരുന്നതാണ്. അതിന് തൊട്ടു മുമ്പ് ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ചൊക്കെയുള്ള മാറ്റങ്ങളാൽ ബാക്കി ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമായും ഇപ്പോഴത്തത് ഈ ആഴ്ചയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് നല്ലതാണ്. അത് കഴിഞ്ഞാൽ, അതായത് ചൊവ്വയ്ക്ക് ശേഷം ബുധൻ വ്യാഴം ദിവസങ്ങൾ മാതാവുമൊത്ത് പുറത്തേക്കുള്ള യാത്ര അത്ര നല്ലതല്ല. വാഹനവുമായി ബന്ധപ്പെട്ട് അമിത വേഗത ഒക്കെ ഉണ്ടാകുന്നതും ദോഷമായിട്ട് കാണുന്നു. വാഹനത്തിന് അറ്റകുറ്റപ്പണികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ആഴ്ചയുടെ അവസാന ദിവസം വളരെ നല്ലതാണ്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവുമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ തുടക്കത്തെ 2 ദിവസങ്ങളും ആഴ്ചയുടെ അവസാനവുമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം.
ഇടയ്ക്കുള്ള ഒരു 2-3 ദിവസങ്ങൾ ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ സന്താനങ്ങൾക്കത്ര നല്ലതല്ലാത്ത അവസ്ഥയോ മാതാവിന് ചെറിയ അവശതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് സകുടുംബമുള്ള യാത്ര വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്ന് പറയുന്നു ഈ നക്ഷത്രക്കാരോട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാകാവുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധവും അതുപോലെ ഈ ഉദര സംബന്ധവുമായ അസുഖങ്ങളാണ് പ്രധാനം. ഷോൾഡർ പെയിനൊക്കെ ഉണ്ടാകാം, കഴുത്തിന് താഴോട്ട് വേദന, നീർക്കെട്ട് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, അത് കഴിഞ്ഞാൽ പിന്നെ 1-ാം തീയതിയും നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. 4-ാം ഭാവത്തിൽ ശനിയുണ്ട്, അതായത് കണ്ടകശനിയുണ്ട്. 4 എന്ന് പറയുമ്പോൾ തറവാട്, വീട്, തങ്ങുന്ന ഇടം, ഉപാസനാമൂർത്തി, വാഹനം, തങ്ങളുടെ ഭൂമി, തങ്ങളുടെ സ്വത്ത്, പ്രൈവറ്റായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, കുടുംബജീവിതം, മനസ്സിൻ്റെ ആഹ്ലാദം, മാതാവ് ഒക്കെ വരുന്നുണ്ട്, മാതുലൻ ഒക്കെ വരും ഇവിടെ. അപ്പോൾ 4-ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ ഈ വിഭാഗങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളിൽ. പ്രധാനപ്പെട്ട ഇത് മാതാവുമൊത്ത് യാത്ര ചെയ്യുമ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോഴും വളരെ സൂക്ഷിക്കുക. 7-ൽ വ്യാഴം നിൽക്കുന്നതിനാൽ സകല കാര്യങ്ങൾക്കും ഈശ്വരാധീനമുണ്ടെങ്കിലും തൊട്ടടുത്ത രാശിയിൽ അഷ്ടമത്തിലാണ് ചൊവ്വ പോയി നിൽക്കുന്നത്. അഷ്ടമത്തിലെ ചൊവ്വ അത്ര നല്ലതല്ല. മാത്രമല്ല മിഥുനം രാശി, ബുധൻ്റെ രാശിയിൽ ചൊവ്വ അത്ര തൃപ്തനുമല്ല. അപ്പോൾ ജന്മലഗ്നാധിപൻ ആണെങ്കിലും ചൊവ്വയ്ക്ക് അതിൻ്റെ ദേഷ്യഭാവത്തിലോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഭാവത്തിലോ നിൽക്കേണ്ടി വരുമ്പോൾ അത് സ്വാഭാവികമായും ദുർബലങ്ങളായിരിക്കും തരിക. അതുകൊണ്ട് 8 എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരികമായ അവസ്ഥകൾക്കും രോഗാവസ്ഥകൾക്കും മരണസമാനമായ കാര്യങ്ങൾക്കുമൊക്കെ ഉത്തരം പറയേണ്ട ഒരു ഭാവമാണ്. അവിടെ ചൊവ്വ, പാപഗ്രഹമായ ചൊവ്വ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഏരിയയൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതിനാൽ വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കുക. സാഹസിക കർമ്മങ്ങളും വേഗതയാർന്ന ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ അല്പം സാവധാനത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. സാഹസിക കർമ്മങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ആളുകളോട് കയർത്ത് സംസാരിക്കുക, വികാരാധീനമായി ദേഷ്യം വരിക, അതൊക്കെ ഈ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണുന്നു. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ബന്ധുക്കളോട് ചേർന്നുള്ള ബിസിനസ്, സഹോദരന്മാരുമായി ചേർന്നുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെയും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും അതിന് ഈശ്വരാധീനവുമുണ്ട്. 8-ൽ ഒരു പാപഗ്രഹം നിന്നാൽ സർവ്വതിനും തടസ്സം എന്ന് പറയാറുണ്ട്. സർവ്വഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിൽ അനുകൂലനായി നിന്നാലും 8-ൽ ഒരു ദുഷ്ടൻ നിന്നാൽ കഷ്ടം ജീവിതം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൊവ്വ പലതിനെയും തടസ്സപ്പെടുത്താം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിനോടുകൂടി കണ്ടകശനി കൂടി ചേർത്ത് വായിക്കണം. ശുക്രൻ 5-ൽ നിൽക്കുന്നത് ഇവർക്ക് എന്തായാലും ഗുണത്തെ കൊടുക്കും. അതുകൊണ്ട് ഈശ്വരാധീനമാണ് ഇവർക്കിപ്പോൾ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു അവസ്ഥ. 5-ൽ നിൽക്കുന്ന ശുക്രനും അതുപോലെ തന്നെ 28-ാം തീയതി മുതൽ 5-ൽ ബുധൻ വരുമ്പോൾ, ബുധൻ 5-ൽ വലിയ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും ബുധൻ്റെ നീചരാശി കൂടിയാണിത്. ശുക്രനായിരിക്കും പരമാവധി ഗുണം ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴവും. ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെയും ദോഷാവസ്ഥയിലാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കണ്ണ് ശ്രദ്ധിക്കണം, ഹൃദയം ശ്രദ്ധിക്കണം. ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ വാഹനം ഉപയോഗിക്കുമ്പോഴുമൊക്കെ സൂക്ഷിക്കുക എന്നതാണ് ഇവരോട് പറയേണ്ടി ഉള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 26, 25, 26 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 7-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, 6-ൽ സഞ്ചരിക്കുന്ന വ്യാഴം. വ്യാഴം 6, 8, 12 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഗുണത്തെ ചെയ്യില്ല. എന്നാൽ 7-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ അതും ഗുണത്തെ ചെയ്യില്ല. ബന്ധങ്ങളിലും ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ അഭിപ്രായ ഭിന്നതകളോ കലഹമോ മാറി നിൽക്കലോ ഒക്കെ വേണ്ടി വന്നേക്കാം. ഒറ്റയ്ക്കാവുക എന്നതാണ് 7-ൽ ചൊവ്വ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ. ഒറ്റപ്പെട്ടു പോവുക, പലയിടങ്ങളിലും ഏകാന്തത അനുഭവിക്കുക എന്നൊക്കെ ഉള്ള അവസ്ഥ കാണുന്നു. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പക്ഷേ ഇവർക്ക് പ്രവർത്തിക്കുന്ന മേഖലയിൽ അല്പമെങ്കിലും ആശ്വാസത്തിൻ്റേതായ ഒരു അവസ്ഥ സമ്മാനിക്കും. ശുക്രൻ 4-ൽ ഉച്ചനായി നിൽക്കുന്നതിനാലും അത് കർമ്മത്തെ നോക്കുന്നതിനാലും കർമ്മഭാവത്തെ നോക്കുന്നതിനാലും പൊതുവെ ഇവർ പങ്കുകൊള്ളുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇവരുമായി മറ്റു വ്യക്തികൾ പങ്കുകൊള്ളുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ, ഉദാഹരണത്തിന് ഓഫീസ്, സമൂഹം,
കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന അവസ്ഥ, സുഹൃത്തുക്കൾ ഒത്തുചേരുന്ന അവസ്ഥ, അവിടെയൊക്കെ മുമ്പ് അനുഭവിച്ചു കൊണ്ടിരുന്ന, രാഹുവും കേതുവും നിൽക്കുമ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ശോച്യാവസ്ഥ ഇപ്പോൾ അവർക്ക് അനുഭവിക്കണമെന്നില്ല. ശുക്രൻ അവർക്ക് ഗുണകരമായിട്ട് വരും. ഇവരുടെ വാക്കുകൾക്ക് വില, ഇവരുടെ സൗഹാർദ്ദങ്ങളാൽ മറ്റുള്ളവർക്ക് അഭിമാനം. അതുകൊണ്ട് പൊതുവേ വിമർശിച്ചിരുന്നവരും ആക്ഷേപിച്ചിരുന്നവരും അതെല്ലാം തിരിച്ചു പറയാൻ ഉള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. 6-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി മാത്രമാണ് ചിലപ്പോൾ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ അസംതൃപ്തി നൽകുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും സൗഹാർദ്ദങ്ങളിലും കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുണ്ടാകാവുന്ന ചില പരാധീനതകൾക്കുമൊക്കെ കാരണം 6-ൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ്. ബാക്കി കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ജോലിസ്ഥലം കുറച്ചുകൂടി വെടിപ്പാവുന്നു, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. അങ്ങനെ പൊതുവെ ഗുണമാണ്. എന്നിരുന്നാലും 3-ൽ സഞ്ചരിക്കുന്ന ശനി ഈ ദുര്യോഗങ്ങളിലെല്ലാം തന്നെ മനസ്സ് പതറാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷ ഇവർക്ക് നൽകുന്നു, ഊർജ്ജസ്വലത നൽകുന്നു. അത് ശനിയുടെ ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ആഴ്ചയിൽ പ്രധാനമായും ആഴ്ചയുടെ തുടക്കത്തെ 2 ദിവസങ്ങളും പിന്നെ മധ്യഭാഗത്തിന് ശേഷം, അതായത് പകുതിക്ക് ശേഷം ഉള്ള 2 ദിവസങ്ങളും വളരെ ഗുണമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇവർ പങ്കുകൊള്ളുന്ന പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ ആദരവും ഗുണവുമെല്ലാം ഇവർക്കുണ്ടാകും. ചില പ്രത്യേക പരീക്ഷകളോ ചില പ്രത്യേക അഭിമുഖങ്ങളോ നേരിടേണ്ടി വന്നാൽ തന്നെ ഇവർക്ക് സംതൃപ്തികരമായ മറുപടി ആയിരിക്കും കിട്ടുക. പൊതുവെ അനുകൂലമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസവും തുടക്കത്തെ 2 ദിവസങ്ങളും പിന്നെ പകുതിക്ക് ശേഷമുള്ള 2 ദിവസങ്ങളും വളരെ ഗുണമാണ്. അതുകൊണ്ട് പൊതുവെ ഈ ആഴ്ച ഗുണം എന്ന് തന്നെ പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവശത പ്രധാനമായും ഉണ്ടാകുക നീർദോഷത്തിൻ്റേതായ അസുഖങ്ങളാണ്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന അലർജി അവസ്ഥകളുണ്ടാവാം. ഉദരസംബന്ധമായ വ്യാധിയും ഉണ്ടാകാം. വാഹനം സൂക്ഷിച്ചോടിക്കണമെന്ന് ഇവരോടും പറയേണ്ടിയിരിക്കുന്നു. ശ്വാസകോശം അതുപോലെ തന്നെ കൈമുട്ട് ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഈ നീർവീക്കത്തിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ നീർവീഴ്ചയുടെ ഫലമായിട്ടായിരിക്കാം കൈയുടെ ജോയിൻ ഭാഗത്തൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, രാത്രിയിലുള്ള കുളി, തണുപ്പ് ഒരുപാടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള രീതികൾ അതെല്ലാം അവലംബിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 23, 24, പിന്നെ 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 3-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, 28-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുന്ന ബുധൻ, 2-ൽ സഞ്ചരിക്കുന്ന ശനി, സൂര്യൻ, 9-ൽ സഞ്ചരിക്കുന്ന കേതു, 3-ൽ രാഹുവും ശുക്രനുമുണ്ട്, ബുധൻ 28-ന് ശേഷം. അപ്പോൾ പൊതുവേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു ചിട്ടയും മാറ്റവുമൊക്കെ വരുന്നു. ഈശ്വരാധീനം പൊതുവെ ഇവർക്കിപ്പോൾ ഉണ്ട്. സാമ്പത്തികമായിട്ട് ഗുണം തന്നെയാണ് കാണുന്നത്. പുതിയ സംരംഭങ്ങൾ, പുതിയ ആശയങ്ങൾ, അതൊക്കെ 5 എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവസ്ഥകൾ വന്നു തുടങ്ങുന്നു. ഓരോരുത്തരുടെ ഗ്രഹനിലയിലും ഗുണകരമായ അവസ്ഥയാണ് ഉള്ളതെങ്കിൽ അതിന് കുറച്ചുകൂടി മാറ്റു വർദ്ധിക്കുന്നു. അതായത് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ളതും അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണവും അത്തരം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ അനുഭവങ്ങൾ സ്വരുക്കൂട്ടുന്നതിലുമൊക്കെ തന്നെ ഇവർക്കിപ്പോൾ ഗുണമാണ് കാണുന്നത്. 5-ലെ വ്യാഴമാണ് അതെല്ലാം സമ്മാനിക്കുന്നത്. അതുപോലെ 3-ൽ നിൽക്കുന്ന ശുക്രൻ കാര്യങ്ങൾക്ക് ഒരുപാട് വേഗത കൂട്ടാൻ, ത്വരിത അവസ്ഥ കൂട്ടാനായി സഹകരിക്കുന്ന ആൾക്കാർ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരൊക്കെ ഉണ്ടാകും. പലപ്പോഴും ഇവർക്കിപ്പോൾ പണ്ട് അവിശ്വസിച്ചിരുന്ന വ്യക്തികൾ പോലും സഹായിക്കുവാനായി വരുന്നു എന്നുള്ളതാണ് പ്രധാനം. കലാപരമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് നല്ല വിജയം കാണുന്നുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും സാമ്പത്തിക നില കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കും. അന്നനാളം, തൊണ്ട, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ ഉണ്ടാകാം. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. ഈ ചില പ്രത്യേക സ്മോക്ക് അടിക്കുക, അലർജി ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളിലൂടെ പോകുക, അതൊക്കെ ഇവർക്കിപ്പോൾ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കടുത്തതിന് ശേഷം പനിയായി മാറാനൊക്കെയുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും പിന്നീട് അവസാന ദിവസവുമാണത് പ്രധാനമായും കാണുന്നത്. എന്നാലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈശ്വരാധീനം ഇവരുടെ കൂടെയുണ്ട് എന്നുള്ളത് വലിയ ശക്തിയാണ്. പ്രവർത്തനങ്ങളിലെ വിജയം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുക, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാൽ
കർമ്മരംഗത്ത് കുറച്ചുകൂടി ദീപ്തമായ അവസ്ഥയുണ്ടാവുക, സാമ്പത്തിക നേട്ടമുണ്ടാവുക, ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുക, പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുക, അത്തരം വ്യക്തികളെ കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ ആഴ്ചയും നടക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികമായിട്ട് ഈ ആഴ്ചയും അവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ചിലവ് വർദ്ധിക്കും, എന്നാൽ പോലും അതെല്ലാം തന്നെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പിതാവിന് അത്ര നല്ലതല്ല. സഹോദരങ്ങളുടെ ശോച്യാവസ്ഥയിൽ ചെറിയ മാറ്റം കാണുന്നുണ്ട്. മാതാവിനും അല്പം അസ്വസ്ഥത കാണുന്നു. പ്രത്യേകിച്ച് നീർക്കെട്ട് സംബന്ധമായിട്ടോ ഷോൾഡർ സംബന്ധമായോ മാറിടം, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഭാഗം, ഇവിടെ ശ്വാസകോശ സംബന്ധമായ സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം തന്നെ നേരിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, പിന്നെ 1-ാം തീയതി. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 2-ലെ ശുക്രനും ആണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗുണം ചെയ്യുക. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ധനസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നു വളരെ ബലത്തോടുകൂടി. അതുകൊണ്ട് ധനം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഇപ്പോൾ വളരെ ഊർജ്ജസ്വലമാക്കും. തങ്ങളുടെ കർമ്മമേഖലയിൽ പണം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ മാക്സിമം ആലോചിക്കുക, അതിൽ നിന്ന് ധനം സമ്പാദിക്കുക. മറ്റൊരു ഭൗതിക സ്ഥാനമായ 4-ൽ മറ്റൊരാചാര്യനായ വ്യാഴമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്ത് പണമെത്തിക്കാനും ഭൗതിക വസ്തുക്കൾ നേടാനും, വീട്, വാഹനം, വസ്തു, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ, മറ്റുപഹാരങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വിലപിടിപ്പുള്ള മറ്റ് ഭൗതിക വസ്തുക്കൾ, ഇതൊക്കെ വാങ്ങാനും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം നൽകുന്ന അവസ്ഥകൾ ഉണ്ടാകുവാനും സാധിക്കുന്നതായി കാണുന്നു. പുതിയ ഒരു മാനസികാവസ്ഥയിൽ പുതിയ വീട്, അന്തരീക്ഷം കുറച്ചുകൂടി സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്ഥലത്തേക്ക് മാറുക, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണുന്നു. കഴിഞ്ഞ കുറേ കാലമായി ജന്മശനിയുടെ ശാപം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കുംഭക്കൂറുകാർ. അവർക്ക് ഈ ഒരാഴ്ച തുടക്ക ദിവസം നല്ലതാണ്, പിന്നെ പകുതിക്കടുപ്പിച്ചും വളരെ നല്ലതായിട്ട് കാണുന്നു. അത് അയൽപക്കവുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അടുത്ത വ്യക്തികളുമായോ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ജലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വഴക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ, അതായത് ചൊവ്വ, ബുധൻ ദിവസങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശാരീരികമായ അവശതയാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. എല്ലിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു. മുറിവുണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ഹെൽമറ്റ് മുതലായ ഉപകരണങ്ങൾ, രക്ഷ നൽകുന്ന ഉപകരണങ്ങൾ പരമാവധി ഏറ്റവും നല്ല അനുയോജ്യമായ തരത്തിൽ തന്നെ അത് ധരിക്കണം എന്ന് പറയുന്നു. പ്രത്യേകമായി ഇവർക്ക് വളരെ ഹാർഡായിട്ടുള്ള പ്രതലങ്ങളിൽ നിന്ന് തട്ടോ മുട്ടോ ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. 1-ാമത്തെ ജന്മശനിയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ചൊവ്വയുമാണ്. അതുകൊണ്ട് ഭാഗ്യക്കേടും അതുപോലെ തന്നെ ജന്മശനിയുടെ ദോഷാവസ്ഥകളും പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. വാഹനം സൂക്ഷിച്ചോടിക്കുക. സാഹസിക പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം നിയന്ത്രിക്കുക. സാഹസിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അമിത വേഗതയിൽ പോകാനുള്ള മനസ്സിൻ്റെ ആസക്തിയൊക്കെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളോടുള്ള ആഭിമുഖ്യവും കുറയ്ക്കുക. അതൊക്കെ ഈ സമയത്ത് കലഹത്തിനും കലഹം വഴി കേസാകാനും ഒക്കെ സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ബാക്കി ശുക്രൻ 2-ൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് പൊതുവെ ധനപരമായ ഉയർച്ചയും ജോലിയിൽ ഇവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാനും അതുപോലെ തന്നെ കുടുംബത്തിൽ അങ്ങേയറ്റം സംതൃപ്തിയും മനസ്സന്തോഷവും ലഭിക്കുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തികമായ ഭദ്രതയും പൊതുവെയുള്ള അവരുടെ ജീവിത സുരക്ഷിതത്വമൊക്കെ ഇവർക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ ഗുണമാണ്. ശ്രദ്ധിക്കേണ്ടത് ശാരീരിക അവശത പ്രധാനമായും വാതസംബന്ധമായ അസുഖങ്ങൾ വരാം. ശരീരത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തും ഒരുപോലെ എത്താത്ത അവസ്ഥയുള്ള രോഗബാധിതരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, പിന്നെ 27, 28 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴത്തിൻ്റെ 3-ലെ നിലയും അതുപോലെ തന്നെ 4-ൽ ചൊവ്വ, 12-ൽ സൂര്യനും ശനിയും, 28 മുതൽ ബുധൻ ജന്മത്തിലേക്ക് കയറുന്നു. ജന്മത്തിൽ ശുക്രൻ, രാഹു, ബുധൻ, 28-ാം തീയതി മുതൽ ബുധനും കൊണ്ട്, 7-ൽ കേതു, 12-ൽ ശനിയും സൂര്യനും. ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഇത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത വ്യക്തികൾ,
കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ളവർ, പിതാവ് ഇവരുടെ രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ ഇവർക്കെന്തെങ്കിലും സാമ്പത്തിക പരാധീനതകളോ വൈകാരികമായ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്കും വിഷമങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും സാമ്പത്തികം വലിയ നിലയിലൊന്നും കിട്ടുന്നില്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്ന വിധത്തിലെല്ലാം ഉറപ്പായി മുന്നോട്ട് പോകും. ശാരീരികമായ അവശത കാണുന്നുണ്ട് ഇവർക്കും. പ്രത്യേകിച്ച് സ്കിന്നിന് എന്തെങ്കിലും അലർജി അസുഖമോ കളറ് മാറ്റം ഒക്കെ ഉണ്ടാവുക, വർണ്ണമാറ്റമൊക്കെ ത്വക്കിനുണ്ടാകുന്ന ഒരവസ്ഥ കാണുന്നു. ഈ സൂര്യപ്രകാശം അടിക്കാത്ത മേഖലകളിൽ വളരെ സൂക്ഷിക്കണം. ഇച്ചിങ് പോലെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെയൊക്കെയായി വളർന്ന് വലുതാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഹിഡൻ രാഹുവും കേതുവും ജന്മലഗ്നത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം ശരീരത്തിൽ തന്നെ രാഹുകേതുക്കളുടെ ആക്രമണം ഉണ്ടാകാം. അത് ഈ അണുബാധയുടെ കാരണവും അതുതന്നെയാകാം. കാരണം അണുവെന്നാൽ വിഷം എന്ന അർത്ഥത്തിലേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. രാഹു വിഷമാണല്ലോ, അപ്പോൾ അങ്ങനെ വരാനൊരു സാധ്യതയുണ്ട്. ശുക്രൻ്റെ നില ഇതിനെയൊക്കെ പരിഹരിക്കുമെന്ന് കാണുന്നു. പരിഹരിക്കുക മാത്രമല്ല, വ്യക്തിയെ കുറച്ചുകൂടി സുന്ദരമായി അല്ലെങ്കിൽ സുന്ദരിയായി പ്രദർശിപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയും ശുക്രൻ കാണിക്കും. അതുകൊണ്ട് തന്നെ എത്ര മോശപ്പെട്ട അവസ്ഥയായാലും പുറമേ കാണുമ്പോൾ നന്നായി മൂടിയോടെ നടക്കാൻ സഹായിക്കുന്നത് ശുക്രനാണ്. ബുധൻ്റെ വരവ് ജന്മത്തിൽ ബുധൻ നിൽക്കുന്ന അത്ര നല്ലതല്ല. പക്ഷേ ശുക്രൻ വളരെ പവർഫുള്ളായി അവിടെ നിൽക്കുന്നത് കൊണ്ട് ശുക്രൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും നന്നായി വസ്ത്രധാരണം ചെയ്ത് നല്ല വ്യക്തിത്വത്തോടു കൂടി കാഴ്ചക്കാരുടെ മുമ്പിൽ ഇവർക്ക് നിൽക്കാൻ സാധിക്കും. അത് ഇവരുടെ പൊതുവേയുള്ള ജീവിതത്തിലും കർമ്മത്തിലും ധനപരമായ നേട്ടത്തിലുമൊക്കെ സഹായകമായി വരും. കുടുംബജീവിതത്തിലും വലിയ ദോഷമൊന്നുമില്ല. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ കലഹമോ പ്രശ്നങ്ങളോ അകന്നു താമസിക്കലോ ഉണ്ടാകാനുള്ള ഇടയും കാണുന്നു. പ്രത്യേകിച്ച് ആഴ്ചയുടെ പകുതിക്ക് ശേഷമുള്ള 1-2 ദിവസങ്ങൾ കലഹത്തിനൊക്കെ നല്ല സാധ്യതയുണ്ട്. മാറി നിൽക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം ഇതെല്ലാം പരിഹരിക്കപ്പെടുകയും കൂടുതൽ സ്നേഹാധിക്യത്തോടുകൂടി അടുക്കുകയും ചെയ്യുമെന്ന് കാണുന്നു. സാമ്പത്തികമായി വലിയ നിലയൊന്നുമില്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാധ്യതയും പ്രവർത്തന രംഗം വളരെ സ്ട്രോങ്ങായി നിൽക്കുകയും ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് 7.5 ശനി ജന്മശനിയോട് അടുക്കാൻ ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജന്മത്തിലോട്ട് ശനി അടുക്കുന്നു. കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക. പക്ഷേ വ്യാഴം 4-ൽ പോകുന്നത് കൊണ്ട് സാമ്പത്തികമായ കാര്യത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി അവർക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന് കാണാം. ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നതിൻ്റെ ഗുണം ഇവർക്കെന്തായാലും ഉണ്ടാകും. അടുത്തത് 2-ലേക്കാണ് പോകുന്നത്. അപ്പോഴും സാമ്പത്തികമായ നേട്ടം ഇവർക്കെന്തായാലും ഉണ്ടാകും. ശാരീരികമായ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതും മാർച്ച് മാസത്തിൽ തന്നെ മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പൊതുവേ ഈ വർഷം കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും മീനക്കൂറിന് എന്ന് കാണുന്നു. എന്നാൽ ജന്മശനി ഉണ്ട്, ആ കാര്യം മറക്കുന്നില്ല. അതുപോലെ തന്നെ 4-ൽ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബം ശ്രദ്ധിക്കുക. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും പിതാവിൻ്റെ പൊത്തത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധ വേണമെന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, 25, 26 പിന്നെ 1-ാം തീയതിയും ഗുണമുള്ള ദിവസമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനെയോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പ്രത്യേകം പൂജ നടത്തുക. പൂജ എന്ന് പറയുമ്പോൾ നീരാഞ്ജനമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കാം, പിന്നെ കറുത്ത വസ്ത്രം അണിയിപ്പിക്കാം. ഇതെല്ലാം ചെയ്യാം. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക, എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. അത് വിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴദോഷ പരിഹാരത്തിനായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. വ്യാഴാഴ്ച വ്രതശുദ്ധി ആചരിക്കുക. അടുത്തത് രാഹുദോഷത്തിന് പരിഹാരമായിട്ട് നാഗങ്ങൾക്ക് പ്രീതി വരുത്തുക. 100 പാലും നൽകുക. പ്രത്യേകിച്ചും ആയില്യ ദിവസത്തിനോ അല്ലെങ്കിൽ പക്കനാളിനോ. മറ്റൊരു പ്രധാന കേതുവിൻ്റെ ദോഷമാണ്. അതിന് ഗണപതിയെ സ്തുതിക്കുക, കറുകമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക, ഗണപതിക്ക് ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യുക. ഇതെല്ലാം ഏറ്റവും ഉത്തമമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.